Good morning all. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ മൂന്നാമത്തെ ടോപ്പിക്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന നമ്മുടെ ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ് മാനേജർ. ഒരു ഫിനാൻസ് മാനേജറുടെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെയോ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക എന്നുള്ളത് നമുക്ക് സോഴ്സ്, അതേപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ഫണ്ട്സ്. നമുക്ക് ഒരു സോഴ്സ് വേണം, ഫണ്ടിന് ഒരു സോഴ്സ് വേണം, അതേപോലെ തന്നെ അത് ഫോർകാസ്റ്റ് ചെയ്യണം. എപ്പോഴാണ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭാവിയിലേക്കാണ് അല്ലേ, എത്ര ഫിനാൻസ് വേണം എന്നുള്ളത് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. പ്രസന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള എമൗണ്ട്, ഫിനാൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർകാസ്റ്റ് ചെയ്യണം. ദെൻ അത് എവിടെ നിന്നൊക്കെ, ഏതൊക്കെ സോഴ്സിൽ നിന്ന് കിട്ടും, ദെൻ ആ ഫിനാൻസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള പ്ലാനിങ് നമ്മൾ നടത്തണം. ദെൻ നെക്സ്റ്റ് വൺ, റൈസിംഗ് നെസസറി ഫണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ മാനേജർ നെസസറി ആയിട്ടുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ റൈസ് ചെയ്യണം. ആ റൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് റൈസ് ചെയ്യാം, നമുക്ക് ഏത് സോഴ്സ്. അപ്പൊ സോഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഡെപ്റ്റ് ആയിട്ട് വേണോ, ഇക്വിറ്റി ആയിട്ട് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് അതേത് സോഴ്സ് ആണെങ്കിലും നമുക്കത് ചെയ്യാം. ഇപ്പൊ ഡെപ്റ്റ് വേണമെങ്കിലും ഇക്വിറ്റി വേണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. ഡെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും അതിന് വരുന്നുണ്ടായിരിക്കുക. ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് ഇക്വിറ്റി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഏത് സോഴ്സ് ആണെങ്കിലും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിരിക്കണം. കോസ്റ്റ് ബെനിഫിറ്റ് എല്ലാ ഓൾട്ടർനേറ്റീവ്സിന്റെയും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ അതിന് നമ്മൾ തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോളിംഗ് ദ യൂസ് ഓഫ് ഫണ്ട്. നമുക്ക് ഫണ്ട് ഉപയോഗിക്കുന്നതിനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഒരിക്കലും വേസ്റ്റേജ് വരാതെ നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഫണ്ട് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്താൻ സാധിക്കില്ല. നമ്മളുള്ള ക്യാപിറ്റലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറും. ദെൻ അതർ റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഇത് കൂടാതെ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. ഒന്ന്, റെസ്പോൺസിബിലിറ്റി ടു ഓണേഴ്സ്. ഓണേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഓണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, മിക്കവാറും ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാൻ വരുന്നത്. ആ ഷെയർ ഹോൾഡേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്, അവർ കൊടുത്തിട്ടുള്ള ഫിനാൻസിന് ആനുപാതികമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേൺ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഓണേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി. ദെൻ റെസ്പോൺസിബിലിറ്റി ടു എംപ്ലോയീസ്. ഓണേഴ്സിനോട് എന്ന പോലെ തന്നെ എന്തുണ്ട്, എംപ്ലോയീസിനോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. എന്താ എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി? സാറ്റിസ്ഫാക്ടറി വേജസ് പ്രൊവൈഡ് ചെയ്യാം, അതേപോലെ തന്നെ അവർക്ക് സേഫ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്ന സമയത്ത് ഓണേഴ്സിന് മാത്രമല്ല എംപ്ലോയീസ് ആണ് നമ്മൾ ഓർഗനൈസേഷനിലെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നത് വലിയ ഒരു ശതമാനം എംപ്ലോയീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രോഫിറ്റബിൾ ആവുന്നത്, റെപ്യൂട്ടേഷൻ നിലനിർത്താൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം, അവർക്ക് ബെറ്റർ വേജ് കൊടുക്കണം, നല്ല സേഫ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ദെൻ റെസ്പോൺസിബിലിറ്റി ടു കസ്റ്റമേഴ്സ് ഓർ സപ്ലയേഴ്സ്. നമ്മൾ കസ്റ്റമേഴ്സിനും നമുക്ക് ഗുഡ്സ് തരുന്ന സപ്ലയേഴ്സിനോടും നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ റെസ്പോൺസിബിൾ ആവേണ്ടത്? റെസ്പോൺസിബിൾ ആവേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ്സിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണെങ്കിൽ സപ്ലയേഴ്സിന് കൊടുക്കുന്നതാണ് ബില്ല്. അവർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പൊ നമുക്ക് സപ്ലയേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളുകളായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് നടത്താം.
കസ്റ്റമേഴ്സിനാണെങ്കിലോ കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്ക് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. Then next one, legal obligation. Legal obligation എന്ന് വെച്ചാല് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ നടത്തുന്ന സമയത്ത് അതിന് ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരിക്കും. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്താവൂ. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊന്ന് പ്രോഫിറ്റബിൾ ആവണം. പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ലീഗൽ അല്ല ഉള്ളതുണ്ട്, ലീഗൽ അല്ലാത്തതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ലീഗൽ ഒബ്ലിഗേഷൻസ് അത് പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമുക്ക് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാവൂ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്താവൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലീഗൽ ഒബ്ലിഗേഷൻ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഇന്നലെ പറഞ്ഞതാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ റിട്ടേൺ കൂട്ടുക എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ, മാക്സിമം റിട്ടേൺ അവർക്ക് കൊടുക്കുക, അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടുക, അവരുടെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, ട്രാൻസിഷണൽ അപ്രോച്ച് ഉണ്ട്, മോഡേൺ അപ്രോച്ച് ഉണ്ട്. അങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുമ്പുള്ള കാലങ്ങളിൽ, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഫണ്ടിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കോർപ്പറേഷൻ ഫിനാൻസ് എന്ന് മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാരോ സെൻസില് നമുക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇത് മാത്രമേ എന്തിനുള്ളൂ, ട്രഡീഷണൽ അപ്രോച്ചിൽ ഉള്ളൂ. അങ്ങനെ ട്രഡീഷണൽ അപ്രോച്ചില് മൂന്ന് ആസ്പെക്ട് ആണുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ഫിനാൻസ് അക്വയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അക്വയർ ചെയ്യാൻ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റോ ഉണ്ടായിരിക്കും. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രൊസീജിയർ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് റേസിംഗ് ഫിനാൻസ്. അപ്പൊ നമ്മള് ഈ ഒരു മൂന്ന് ആസ്പെക്ടിന്റെ ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് ട്രഡീഷണൽ അപ്രോച്ച് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ എന്തുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കും. അത് എവിടേക്ക് കിട്ടും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കിട്ടുന്ന ഒരു പ്രൊസീജിയർ, ഒരു ലീഗൽ ആസ്പെക്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു മൂന്ന് ആസ്പെക്റ്റിന് കിടന്നിട്ടാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് കളിക്കുന്നത്. ഇത്രയാണ് ട്രഡീഷണൽ അപ്രോച്ചിലുള്ളൂ. ഏറ്റവും മുമ്പുള്ള കൺസെപ്റ്റ് ആണത്. Then the second one, that is ട്രാൻസിഷണൽ അപ്രോച്ച്. ട്രാൻസിഷണൽ അപ്രോച്ച് വന്നപ്പോൾ ആ നാരോ കൺസെപ്റ്റിൽ നിന്നും ഒന്നുകൂടി വൈഡർ ആയി, ഒരു വൈഡർ കോൺസെപ്റ്റ് വന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഫണ്ടിന് കൊടുത്തു, ഫിനാൻസിന് കൊടുത്തു. അങ്ങനെ ആ ഫിനാൻസിന് കൊടുത്തപ്പോ നമുക്ക് അവിടെ ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടായി. ആ ഫിനാൻഷ്യൽ മാനേജറുടെ റോള് കൂടി. അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, ഫണ്ട് അനാലിസിസ് നടത്തേണ്ടി വന്നു. മുമ്പ് ഫണ്ട് അനാലിസിസ് ഒന്നുമില്ല, ക്യാഷ് എടുക്കുക, അതിന് ചെലവഴിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അനാലിസിസ് നടത്താം. അനാലിസിസ് നടത്തുന്ന കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ ആയിരിക്കും. നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടും, അതിന്റെ ഒരു റേഷ്യോക്ക് അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഫണ്ട് നമ്മൾ റൈസ് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ഫണ്ട് അനാലിസിസ് നടത്തുക മാത്രമല്ല, പ്ലാനിങ്ങും കൺട്രോളിങ്ങും, ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ കൺട്രോളിംഗ് ഒക്കെ നടത്തും. ഓക്കെ, ദെൻ ട്രാൻസിഷണൽ അപ്രോച്ച് കഴിഞ്ഞിട്ട് ദെൻ മൂന്നാമത്തെ അപ്രോച്ചിലേക്ക് വന്നു, ദാറ്റ് ഈസ് മോഡേൺ അപ്രോച്ച്. ഇത് നമ്മൾ ഇപ്പൊ ഫേസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് മോഡേൺ അപ്രോച്ച് ആണ്. ഈ മോഡേൺ അപ്രോച്ചില് വീണ്ടും മാറ്റങ്ങൾ വരികയാണ്. ഫണ്ടിന് വീണ്ടും മാറ്റങ്ങൾ വന്നത് എന്താണ്, അതിന്റെ അലോക്കേഷൻ. ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ തോന്നിയ രൂപത്തിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യില്ല. അലോക്കേഷൻ ഓർമ്മയുണ്ട്, നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചത്.
പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇത്ര, സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണ് മുൻകൂട്ടി കാണാണ്. അത് എത്ര കോസ്റ്റ് വരും, എത്ര ഫണ്ടിന് അവിടെ ആവശ്യമുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും എത്ര ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എഫിഷ്യന്റ് ആയിട്ട് മാത്രമേ നമ്മള് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് മാത്രമാണ് അവിടെ ഫണ്ട് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ഫണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ ആയിട്ട് അവിടെ എത്ര കോസ്റ്റ് വന്നു അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് അവിടെ ഫണ്ട് ആവശ്യമായിട്ട് വന്നത് കമ്പയർ ചെയ്യാൻ സാധിക്കും. കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര കൂടുതലാണോ വന്നത് കുറവാണോ വന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാം, ഫിനാൻസിങ് ഡിസിഷൻസ് എടുക്കാം, ഡിവിഡന്റ് ഡിസിഷൻ എടുക്കാം. അപ്പൊ നമുക്ക് ഈ മോഡേൺ അപ്രോച്ചില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ 3 കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡന്റ് ഡിസിഷൻ. ഈ 3 കാര്യങ്ങളും വീണ്ടും നമ്മുടെ ഈ മോഡേൺ അപ്രോച്ചിൽ പറയുകയാണ്, പഠിക്കാണ്. അപ്പൊ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ട്രഡീഷണൽ അപ്രോച്ച് എഴുതണം, ട്രാൻസിഷണൽ അപ്രോച്ച് എഴുതണം, ദെൻ മോഡേൺ അപ്രോച്ച് എഴുതണം. ഈ 3 എഴുതിയിട്ട് മോഡേൺ അപ്രോച്ചിൽ തന്നെ 3 തരത്തിലുള്ള അപ്രോച്ചസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ആൻഡ് ഡിവിഡന്റ് ഡിസിഷൻ. ഇത് കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അതില് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇത് ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ എന്താ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാല് 2 തരത്തിലുള്ള അസറ്റുകളാണ് നമുക്കുള്ളത്. ലോങ് ടേം അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് കറന്റ് അസറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഏതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഫിക്സഡ് അസറ്റിലാണോ അതോ കറന്റ് അസറ്റിലാണോ? നമുക്ക് അതിന്റെ റേഷ്യോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റലിന്റെ ഉണ്ട് എന്നുള്ള. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് പറയാനുള്ളത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിലാണ് കേട്ടോ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താന്ന് ഇന്നലെ പറഞ്ഞു. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അതായത് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴാണ് അതിന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ വരുന്നതാണ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. കറന്റ് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ എമൗണ്ടിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. നമുക്ക് കറന്റ് അഫയേഴ്സ് വരുന്ന സമയത്ത് അതിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉള്ളത്. ഓക്കെ, ദെൻ ഫിനാൻസിങ് ഡിസിഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പറഞ്ഞ മോഡേൺ അപ്രോച്ചിൽ 3 ഡിസിഷൻസ് ആണുള്ളത്. അതില് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു, ദെൻ ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, അതാണ് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നത്. അതായത് എത്രത്തോളം ഇക്വിറ്റി വരണം, എത്ര ഡെപ്റ്റ് വരണം എന്നുള്ളത് ഒരു ഒപ്റ്റിമൽ ലെവലിലായിരിക്കണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ അനാലിസിസും നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതെല്ലാം തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, ഡിവിഡന്റ് പോളിസി ഡിസിഷൻ. ഡിവിഡന്റ് പോളിസി ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഡിവിഡന്റ് പോളിസി ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഡിവിഡന്റ് പോളിസിയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലും ഒരുപാട് ഡിവിഡന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഷോർട്ടേജ് വരും, വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് വരും. എന്നാൽ ഒരുപാട് കുറച്ചും കൊടുക്കാൻ പാടില്ല. അതെന്താവും, അവര് തിരിച്ച് ആ ഇൻവെസ്റ്റ്മെന്റിന് നമ്മുടെ വാല്യൂ നഷ്ടപ്പെടും. വാല്യൂ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് പ്രൈസ് കുറയും. നമുക്ക് ഇൻവെസ്റ്റ്, നമ്മുടെ ബിസിനസ്സിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കും. അപ്പൊ എന്തായാലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി വെൽത്ത് തന്നെ കൊടുക്കണം. മാക്സിമൈസേഷൻ നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഒരു ഓപ്റ്റിമം ലെവലിൽ മാത്രമേ നമുക്ക് ഡിവിഡന്റ് പോളിസി എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ,
റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജറിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക, ഫോർകാസ്റ്റിംഗ് നടത്തുക, ഫിനാൻഷ്യൽ കോർഡിനേഷൻ, കൺട്രോൾ, ബഡ്ജറ്റിംഗ് എന്നുള്ളതിലൊക്കെ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഫിനാൻഷ്യൽ മാനേജർ. ദെൻ നെക്സ്റ്റ് നമ്മുടെ എന്റർപ്രൈസിന്റെ ഫോർച്യൂൺസ്. എന്താ ഫോർച്യൂൺസ് എന്ന് പറയുന്നത്?